ഷുഹൈലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 3 kg ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചു തരട്ടാ. അതിൻ്റെ ഫുള്ള് റെസിപ്പി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ചിക്കൻ ചുക്ക എൻ്റെതായ റെസിപ്പി നമ്മൾ വെക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എന്ത് ചെയ്യുക, നല്ല ഒരു ഉരുളി, നല്ല കനമുള്ളൊരു പാത്രം അടുപ്പം വെക്കട്ടെ. ആ അടുപ്പ് കത്തിക്കുക. ഉരുളി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ചട്ടി ചൂടായതിനു ശേഷം ഒരു 3 ടീസ്പൂണ് വെളുത്തുള്ളി, ഒരു 2.5 ടീസ്പൂൺ ഇഞ്ചി. കുറച്ചൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. നല്ല മിക്സ് ആക്കട്ടെ. നല്ല മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 5-8 പച്ചമുളക് ഇട്ടാ നടു കീറിക്കാണ്ട്. പച്ചമുളകിനും ഇഞ്ചിയും വെളുത്തുള്ളി മൂത്തിൻ്റെ ഒരു സ്മെല്ല് വരും. ആ സ്മെല്ലിന് ശേഷം ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടാ, ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല. ചിലവർ മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം. നമ്മൾ മല്ലിപ്പൊടി ഇടണം ചേട്ടാ. നല്ല മിക്സ് ചെയ്യട്ടാ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ. ഉപ്പ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പിനനുസരിച്ച് ഉപ്പ് ഇടട്ടാ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 3 കിലോ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുക്കണ്ട, വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരൂട്ടാ. ചിക്കൻ ഒഴിക്കാത്തതിന് അതിൽ നിന്ന് വെള്ളം ഇറങ്ങൂട്ടാ. ഒഴിച്ചാൽ പിന്നെ വെള്ളം കൂടുമ്പോൾ ആകെ പ്രശ്നമാവും. ഉപ്പ് കുറവുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചട്ടി വെക്കുക. ചട്ടി വെച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കാനാണ്. ഏകദേശം ഒരു 3 കിലോയും ഇറച്ചിയിലേക്ക് 1 kg ഉള്ളി പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല ചട്ടി വെച്ചിങ്ങനെ, ചട്ടി വെള്ളം ഉണ്ടാവും, വെള്ളം പറ്റട്ടെ. ചട്ടിയിലേക്ക് ഓയിൽ വെച്ചെടുക്കട്ടെ. പൊരിച്ചെടുക്കാനുള്ള ഓയിൽ വെച്ചെടുക്കാം. ഉള്ളി പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ പൊരിച്ച ഉള്ളി ഇങ്ങനെ മാറ്റി വെക്കട്ടെ. ഓരോന്നായിട്ട് മാറ്റി വെക്കാം. നമ്മൾ പൊരിച്ച ഉള്ളി ഇതിനെ മേലെ ഇട്ട് കൊടുക്കട്ടെ. മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും പാടെ മിക്സ് ചെയ്യാം. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. എരിവ് കുറവാണ്, കാശ്മീർ ചില്ലി ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ചുക്ക റെഡി ആയിക്കണേ മക്കളെ. ഇതട്ടാ. ആഹാ. കോയ സാമ്പിൾ നോക്കാം. കോയാണ് സാമ്പിൾ നോക്കാണ്. എന്താണ് സൂപ്പറാ. സൂപ്പറൊന്നും പറയല. കോയ സൂപ്പറാണ്. പിന്നെ തുല്യട്ടാ. ചിക്കൻ ചുക്ക ഉണ്ടപ്പോളേ ഒരു പൂതി ബ്രെഡും കൂട്ടി. എന്നാ കോയ തിന്നടാ. പൊളിയാ മക്കളെ. അതിൻ്റെ സ്മെല്ലാനെ കേട്ടാലേ. കോയ എത്രയും കാലമായിട്ട് നമ്മൾ പല റെസിപ്പികൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഭാര്യ വലിച്ച് തിന്നില്ല. കണ്ടാ, നമ്മളിന്ന് നെയ്ച്ചോറും അതേമാതിരി ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ കാരണം തരാം. കുട്ടികളെല്ലാവരും പാടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ ചുക്കിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ചുക്ക റെഡിയായി നെയ്ച്ചോറ് അടുപ്പത്താക്കി കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളം നെയ്ച്ചോറും. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ മനസ്സമാധാനത്തിന് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറും ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ കുട്ടികളെ അഭിപ്രായം നമ്മൾ ചോദിച്ചാൽ കേട്ടോ. കോയൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടില്ല. 5 കുട്ടികളതും 2 kg നെയ്ച്ചോറ് ഗ്യാസ് അടുപ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഇട്ടാ 2 kg നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. വാ. അടുപ്പത്ത് എന്തൊക്കെ ചെമ്പ് വെച്ചതിന് ശേഷം വെള്ളയിച്ച ജഗ്ഗിന് ഈ ജഗ്ഗിന് 1.5 ജഗ്ഗ് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട് കേട്ടോ. അതിൽ ജോക്കർ അരിയാണ്. 1.5 ജഗ്ഗിന് 2.25 ജഗ്ഗ് വെള്ളം ഇട്ടാ. ഓക്കെ. 2.25. ഇനി 1.25 കൂടെ വെച്ചോ. ഏലക്കായ്, പട്ട, കാലുംപാട് വെച്ചിട്ടാ. 3 പൂവ്,
വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇട്ടാ. ഒരു 150 ml സൺഫ്ലവർ ഓയിൽ ഇട്ടാ മതി. പക്ഷെ ക്യാരറ്റ്, കറിവേപ്പിൻ്റെ ഇല, പക്ഷെ കല്ലുപ്പ് ആവശ്യത്തിനിട്ടാ. ഒക്കെ തിളച്ചു. ഒരു 2 ടീസ്പൂൺ RK ഇട്ടാ. ഇതാ 1, ഇതാ 2 ടീസ്പൂൺ RK. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് ചെയ്യട്ടാ. അരി തിളക്കോളം അരി ഇത് കണ്ടിട്ട് കേട്ടോ. വറ്റിച്ചാൽ കഴിഞ്ഞിട്ടാ നെയ്ച്ചോറായി. നെയ്ച്ചോറ് തിളച്ച് അരി വറ്റിയാൽ നെയ്ച്ചോറായിട്ടാ. ചിലവരൊക്കെ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഉള്ളിയൊക്കെ വാട്ടും. അതേമാതിരിക്ക് ഉള്ളിയൊക്കെ വാട്ടിക്കാണ് ചിലവർ നെയ്ച്ചോറ് വെക്കും. പക്ഷെ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഉള്ളിയൊന്നും വാട്ടൂല. സാധാ വെള്ളത്തിൽ കാണാൻ ഏലക്കായ്, പട്ടാപ്പൂവ്, അതേമാതിരി നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ചിലപ്പം പച്ചമുളകൊക്കെ ചേർക്കൂട്ടാ. അത് നമ്മളെ നെയ്ച്ചോറിൻ്റെ ഫ്ലേവർ അങ്ങനെയാണ്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ആവശ്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നേരം ദമ്മിലിടും കേട്ടോ. ഇത് നമ്മൾ ദമ്മിടാൻ വേണ്ടി മേലെ കുറച്ച് റൈസ് ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൈസ് ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ പൊട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണ്ടിട്ടാ. നമ്മൾ കണലിടാം കേട്ടോ. ഒന്നോട്ടെ, അങ്ങനെ ഒന്നോട്ടെ. നമ്മളെ 2 ഗസ്റ്റുകൾ വരാണ്ട് കേട്ടോ. 2 മെയിൻ ഗസ്റ്റുകൾ വരാണ്ട്. അവരും കൂടി വന്നാൽ നമ്മൾ നെയ്ച്ചോറും ചുക്കും പൊട്ടിക്കുള്ളൂ കേട്ടോ. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. ആ 2 വ്യക്തികൾ ആരാന്ന് നമ്മൾ വന്നതിന് ശേഷം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ 2 മഹാവ്യക്തികളെത്തി. ഒന്ന് പൂച്ചിപ്പ സിയാബ് ക്യാമറക്ക് മുന്നിൽ വരും. പക്ഷെ അവർക്ക് ചില നേരത്ത് ഭയങ്കര കുറവാണ് അല്ലേ സിയാബ്? പൂച്ചിപ്പ ആ മാറി നോക്കുന്നുണ്ട്. എന്നെ പെണ്ണാണാൻ വന്നൊന്നുമില്ലടോ. ഇന്ന് ഗസ്റ്റാണ്, 2 ഗസ്റ്റ്. ഇതാ വെച്ചാൽ ഇത് പൂച്ചിപ്പ നമ്മളെ 15 കൊല്ലമായി നമ്മളപ്പം നമ്മളെല്ലാം സിയാവ് 13 കൊല്ലമായി. അപ്പോൾ ഇന്ന് നമ്മളെ പന്തൽ കൊണ്ടെടുക്കുന്ന സിയാവും പറയാണ്. അല്ല, പരിസിയാവും പൂച്ചിപ്പയാണ്. അപ്പോൾ അവർക്ക് ഇന്ന് നമ്മൾ നെയ്ച്ചോറ് ചിക്കൻ ചുക്കും കൊടുക്കാനുള്ള പരിപാടിട്ടാ. അങ്ങനെ 5 മിനിറ്റ് നമ്മൾ ദമ്മിട്ടപ്പോൾ ഇതാ നെയ്ച്ചോറിൻ്റെ സ്ഥിതി എന്താ നോക്കാം. വാ, നെയ്ച്ചോറായി. ഇതാ നെയ്ച്ചോറ് കൊടുക്കാണ്. പൂച്ചിപ്പാക്കും സിയാവിനും കൊടുത്തിട്ട് കുട്ടിയെ കൊടുക്കട്ടെ. 2 ആളും പണി കഴിഞ്ഞാണ്ട് വരാണ്. അപ്പോൾ നമ്മളെന്നാ ഒരു നെയ്ച്ചോറും ഇതുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ പാത്തു ചോറിന് കാത്തുക. അല്ലേ പാത്തുവാ? എൻ്റെ എളാപ്പാൻ്റെ മോളാട്ടാ, കുഞ്ഞോൻ്റെ മോള്, എൻ്റെ മോന്, ഇതാ എൻ്റെ ആപ്പാൻ്റെ മോള്. എല്ലാവരും പാടെ ചോറ് കഴിക്കട്ടെ. ചോറ് പരിപാടിയാണ്. അങ്ങനെ അവർ ചോറ് കഴിക്കാൻ തുടങ്ങിക്കട്ടാ. ഇത് ചോറ് കഴിക്കണം. പാത്തുവാ, അങ്ക് ചോറിട്ടീരാ? ചോറ് പാത്തുന് ചോറിട്ടിട്ട് പാത്തു സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടാ. പാത്തു ചോറിട്ടാ സങ്കടപ്പെടുക. ചോറ് കഴിച്ചു വിട്ടാ. ചോറ് കഴിച്ചൂടെ മോനെ? ചോറ് കഴിച്ചു വിട്ടാ. ചോറെന്താ പാട് മോളാ? ചിക്കൻ എന്താ പാട്? ചിക്കൻ എന്താ പാടി? നിന്റെ അളാപ്പാൻ്റെ മോൾ എന്താ പാട്? ചോദിച്ചിട്ടുണ്ടാ? അവള് ആദ്യം കണ്ടാന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് വന്നു കേട്ടാ. എൻ്റെ പാത്തു പപ്പടം തിന്നു. പാത്തുവാ പാത്തുനും കൊടുത്തു നെയ്ച്ചോറുതാ. അത് വന്നാ ഞങ്ങൾ പാത്തും ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടാ. നെയ്ച്ചോറ് ഈ കയ്യേറ്റ് ഇത് തേറ്റ്. മോനെന്താ ചോറ് പാടാ? സൂപ്പർ. ചിക്കൻ ചുക്കും കാലി, നെയ്ച്ചോറും കാലി കേട്ടാ. അപ്പോൾ സിയാവും പൂച്ചിപ്പും വന്ന് അവിടെ കുട്ടികളും കഴിച്ചു. നമ്മളെ മനസ്സെന്ന് പറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.